നമസ്കാരം സുഹൃത്തുക്കളെ, നല്ലൊരു റെസിഡൻഷ്യൽ പ്ലോട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വീടുകൾക്ക് അനുയോജ്യമായിട്ടുള്ള പരിസരത്തൊക്കെ നിരവധി വീടുകളൊക്കെയുള്ള ഒരു 7 സെന്റ് റെസിഡൻഷ്യൽ പ്ലോട്ട്. ഒരു വാഹനം വരാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. 8 to 10 അടിയോളം വീതിയുള്ള റോഡ് സൗകര്യത്തോട് കൂടിയ പ്രോപ്പർട്ടി. ഇതൊരു സ്ക്വയർ ആണ്, കുറച്ച് വീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് വരുന്നത്. പാറക്കടവ് പഞ്ചായത്തിൽ പൂവത്തുശ്ശേരി ഇടവകയിൽ ചർച്ച് വരുന്നത് പൂവത്തുശ്ശേരിയാണ്. RC ചർച്ചാണ്. അതിൻ്റെ പരിസരത്തായിട്ടാണ് ഒരു പ്രോപ്പർട്ടി ഉള്ളത്. എന്തായാലും വില ഞാൻ ലാസ്റ്റ് പറയാം. പ്ലോട്ട് ഒന്ന് കണ്ടു നോക്കൂ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഈ കാണുന്ന 12 അടിയോളം വീതിയുള്ള പ്രൈവറ്റ് റോഡിന് അഭിമുഖമായിട്ടാണ് ഈ ഒരു 7 സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്കമാലി ഭാഗത്തേക്ക് 10 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ 12 കിലോമീറ്റർ താഴെയും. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത പ്രോപ്പർട്ടിയാണ്. അതായത് വെള്ളം കയറുമെന്നുള്ള ടെൻഷൻ വേണ്ട. അതുപോലെ തന്നെ വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടാത്ത ഒരു ഏരിയയാണ്. കിണർ വെള്ളമാണ് സമീപവാസികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് വാഴകളും കഴുങ്ങും തെങ്ങും ഒക്കെയാണ് നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടിയിലെ അനുഭവങ്ങളായി വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട എല്ലാ സ്കൂളുകളിലേക്കുമുള്ള യാത്രാ സൗകര്യം ലഭ്യമാണ്. മിക്സഡ് ആയിട്ടുള്ള ഏരിയയാണ് ഈ ഒരു പ്രോപ്പർട്ടി പരിസരം. അതിനാൽ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് അധികം ദൂരത്തില്ലാതെ ചർച്ച്, മുസ്ലിം പള്ളി, അമ്പലം എന്നിവ ലഭ്യമാണ്. സെന്റിന് വെറും 2 ലക്ഷം രൂപ എന്ന നെഗോഷ്യബിൾ പ്രൈസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ, അതായത് പ്രോപ്പർട്ടി വന്ന് കാണുവാനും പ്രോപ്പർട്ടി സംബന്ധമായ മറ്റു കാര്യങ്ങൾ സംസാരിക്കുവാനും വീഡിയോയിൽ ഞാൻ ചാനൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അതേ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ